Hello my students, welcome to my channel at your classroom. ഇവിടെ എൻ്റെ ചാനലിലേക്ക് നേരിട്ട് എത്തിപ്പെടുവാൻ at your classroom -5-2310A അവിടെ താഴെ കാണുന്നത് പോലെ ടൈപ്പ് ചെയ്താൽ നേരിട്ട് എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് വരാം. അപ്പം ഇത് എൻ്റെ ലെസണിലെ സെക്കൻഡ് വീഡിയോ ആണ്. ഈ സെക്കൻഡ് വീഡിയോ യൂണിറ്റ് 2 പേപ്പർ ബോർഡിൽ ഞാൻ കുറച്ച് ഭാഗങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് ഫസ്റ്റ് വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻഡ് ആണ്, അതൊക്കെ നിങ്ങൾ കണ്ടു കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് വീഡിയോയിൽ ഗുഡ് ഗൈഡൻസ് എന്നുള്ളൊരു ഭാഗമാണ് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ അരുന്ധതിൻ്റെ ആൻറ്റി അവർക്ക് പേപ്പർ ബോട്ട്സൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അതാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഇൻ നോ ടൈം എ ബോട്ട് വാസ് റെഡി ആൻഡ് ദെൻ എ ഫ്യൂ മോർ. വളരെ പെട്ടെന്ന് തന്നെ ഒരു ബോട്ട് റെഡിയായി, അങ്ങനെ പിന്നീട് വീണ്ടും കുറച്ചുകൂടെ ബോട്ട്സൊക്കെ ഉണ്ടാക്കി. ഫൈനലി ഷീ ഗേവ് ഓൾ ദ ബോട്ട്സ് ടു അന്ന ആൻഡ് സെഡ് ഹിയർ ഗോ ആൻഡ് ഹാവ് ഫൺ. അങ്ങനെ എല്ലാ ബോട്ട്സും അന്നക്ക് കൊടുത്തിട്ട് എന്ത് പറഞ്ഞ്, ശരി പോയിട്ട് കളിച്ച് രസിച്ച് സന്തോഷിക്കൂ എന്ന് പറഞ്ഞിട്ട് വിട്ടു. ക്ലച്ചിങ് ദ ബോട്ട്സ് ടൈറ്റ്ലി അന്ന സ്റ്റാർട്ടഡ് വാക്കിംഗ് ഹെസിറ്റൻ്റ്ലി ടുവേർഡ്സ് ദ സ്ട്രീം. അങ്ങനെ ഈ ക്ലച്ചിങ് എന്ന് പറഞ്ഞാൽ ഈ ബോട്ടൊക്കെ കയ്യിൽ ഒന്നിച്ച് പിടിക്കുക, അതാണ് ടൈറ്റായിട്ട് പിടിച്ചിട്ട് അന്ന എന്ത് ചെയ്ത് വളരെ ഹെസിറ്റൻ്റ്ലി, ഒരു സംശയത്തോടു കൂടെ, കാരണം നേരത്തെ ഉണ്ടായ ഒരു അനുഭവം ഇനി ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയത്തോടു കൂടെ ആ അരുവിയുടെ അടുത്തേക്ക് നടന്നു. ദ ബോയ് വാസ് സ്റ്റിൽ ദെയർ. ആ കുട്ടി അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഹി ലുക്ക് അറ്റ് ഹെർ ക്യൂരിയസ്ലി. അങ്ങനെ അന്ന തിരിച്ച് ഇങ്ങനെ വരുമ്പോൾ വളരെ ക്യൂരിയസ്ലി, ആശ്ചര്യത്തോടെ ഇങ്ങനെ അന്നനെ നോക്കി. അന്ന ടുക്ക് ഔട്ട് 2 നോട്ട് സോ ഗുഡ് ബോട്ട്സ് ആൻഡ് ഹെൽഡ് ദം ഔട്ട്. അപ്പോൾ അന്ന എന്ത് ചെയ്തു, അതിൻ്റെ അകത്തുനിന്ന് ഒരു അത്ര നല്ലതല്ലാത്ത ഒരു 2 ബോട്ട് എടുത്തിട്ട് അങ്ങനെ അവനെ വെച്ച് നീട്ടി. ഇതാ എന്ന് പക്ഷെ ഒന്നും മിണ്ടിയില്ല എന്നാണ് അവിടെ പറയുന്നത്. നോക്കാം. ഹിയർ യു ആർ. ഇതാ. ഷീ ഹാൻഡഡ് ദ ബോട്ട്സ് ഓവർ ടു ദ ബോയ് വിത്തൗട്ട് ദ ട്രേസ് ഓഫ് സ്മൈൽ. എന്നാ പിടിച്ചോ 2 ബോട്ട് നിനക്ക് എന്ന് ഒരു പുഞ്ചിരിയൊന്നും ഇല്ലാത്ത രീതിയിൽ നീട്ടി അവന് കൊടുത്തു. ദ ബോയ് ടുക്ക് ദം ആൻഡ് ജസ്റ്റ് സ്റ്റുഡ് ദെയർ ക്വയറ്റ്ലി. ആ ബോയ് അത് വാങ്ങിച്ചു, ആ കുട്ടി അത് വാങ്ങിച്ച് എന്ത് ചെയ്തു, അനങ്ങാതെ വളരെ ക്വയറ്റായിട്ട് അവിടെ നിന്നു. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ. അവൻ എന്ത് പറയണമെന്ന് അറിഞ്ഞില്ല. കാരണം അവൻ വേറെ പലതാണ് പ്രതീക്ഷിച്ചത്. വീട്ടിൽ പോയിട്ട് അവൻ അച്ഛനമ്മേനോട് പറയും, അച്ഛനമ്മയും വരും, ഇവനെ ചീത്ത പറയും എന്നൊക്കെ ഒരു പ്രതീക്ഷിച്ചിരിക്കാം. അതുകൊണ്ടാണ് അന്ന വരുമ്പം ഹി ലുക്ക്ഡ് അറ്റ് ഹെർ ക്യൂരിയസ്ലി, വളരെ ആശ്ചര്യത്തോടെ അന്ന തിരിച്ചു വരുന്നത് നോക്കിയിട്ട് നിന്നത്. അവൻ പ്രതീക്ഷിച്ചത് പോലെയല്ല അന്ന തിരിച്ചു വന്നത്. അതേപോലെ ഈ അന്നയുടെ ബോട്ട് അവൻ ചീത്തയാക്കി. എന്നിട്ട് പോലും അന്ന അവന് വീണ്ടും 2 ബോട്ട് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചപ്പോൾ ആ പയ്യന് വല്ലാതൊരു ആശ്ചര്യം തോന്നി. അവൻ എന്ത് പറയണം എന്ന് അറിയില്ല. ഹീ ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ. അവൻ എന്ത് പറയണമെന്ന് മനസ്സിലായില്ല. അവനങ്ങനെ നിന്നു, ഒന്നും മിണ്ടാതെ. പിന്നെ അടുത്ത ഭാഗത്ത് എന്താ പറയുന്നത്, എ ട്രൂ ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ, ഇവിടെ നമുക്ക് വായിച്ചു നോക്കാം. അന്ന ജെന്റ്ലി ലോഞ്ച്ഡ് ഹെർ ബോട്ട്. അപ്പോൾ അന്ന എന്ത് ചെയ്ത്, ഒരു ആദ്യത്തെ പോലെ തന്നെ ജെന്റ്ലി ലോഞ്ച്ഡ് ഹെർ ബോട്ട്, ഒരു ബോട്ട് വെള്ളത്തിലേക്ക് വെച്ചു. സ്വിഫ്റ്റ്ലി ദ ബോട്ട് സെയിൽ ഡൗൺ ദ സ്ട്രീം. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ആ സ്ട്രീമിലൂടെ ആ ബോട്ട് താഴോട്ട് ഒഴുകിപ്പോയി. ദ ബോയ് സ്റ്റുഡ് ദെയർ വാച്ചിങ് ഇറ്റ്. അപ്പോൾ ഈ കുട്ടി ഇത് നോക്കി നിൽക്കുകയായിരുന്നു. എ ഫെയിൻറ്റ് സ്മൈൽ അപ്പിയർഡ് ഓൺ ഹിസ് ലിപ്സ്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു പുഞ്ചിരി അവൻ്റെ ലിപ്സിൽ വന്നു. അവന് ഒരു ചെറുങ്ങനെ പുഞ്ചിരിച്ചു അവൻ. അന്ന ലുക്ക് അറ്റ് ദ ബോയ് ത്രൂ ദ കോർണർ ഓഫ് ഹെർ ഐസ്. അത് കോർണർ ഓഫ് ഐസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിന് മുഖം തിരിക്കാതെ കൃഷ്ണമണി മാത്രം ഒരു ഭാഗത്ത് കൂടെ ആക്കിയിട്ട് ആ കണ്ണിയുടെ മൂലയിലൂടെ ഇങ്ങനെ അവനെ നോക്കുക, അതാണ് ആ പറയുന്നത്. ലുക്ക്ഡ് ത്രൂ ദ കോർണർ ഓഫ് ഹെർ ഐസ്. സഡൻലി ഷീ സോ ദ ബോട്ട് ഗെറ്റിംഗ് കോട്ട് ഇൻ എ ഹീപ്പ് ഓഫ് മഡ് ആൻഡ് സ്റ്റോൺസ്. പെട്ടെന്ന് ഷീ സോ, അവൾ കണ്ടു എന്ത് ചെയ്തു, അവളെ ഈ ഒഴുകിപ്പോയ ബോട്ട് ഒരു കൂമ്പാരം മണ്ണും കല്ലും ഒക്കെ ഇതിൽ പോയിട്ട് അവിടെ തട്ടി നിന്നു. വാട്ടർ സ്പ്ലാഷ്ഡ് അഗെയിൻസ്റ്റ് ഇറ്റ് ആൻഡ് സ്ലോലി ഫ്ലഡഡ് ഇറ്റ്. അവന് ബോട്ട് അവിടെ നിന്നപ്പം പിന്നെ ഒഴുകി വരുന്ന വെള്ളം അങ്ങോട്ട് തെറിച്ച് സ്പ്ലാഷ് ചെയ്ത് അതിലേക്ക് നിറയാൻ തുടങ്ങി. അതാണ് ഫ്ലഡഡ്, സ്ലോലി ഫ്ലഡഡ്. പതുക്കെ ആ വെള്ളം ബോട്ടിലേക്ക് കയറി നിറയാൻ തുടങ്ങി. ഇൻ എ ഫ്ലാഷ് ദ ബോയ് ജംപ്ഡ് ഇൻ ടു ദ സ്ട്രീം ആൻഡ് പുൾഡ് ദ ബോട്ട് ഔട്ട് ഓഫ് ദ വാട്ടർ. ഇൻ എ ഫ്ലാഷ്, അതായത് പെട്ടെന്ന് ഒരു ഫ്ലാഷ്, നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഫ്ലാഷ് അടിക്കുന്ന സ്പീഡിൽ ആ ബോയ് എന്ത് ചെയ്ത് ആ സ്ട്രീമിലേക്ക് എടുത്ത് ചാടിയിട്ട് ആ ബോട്ടിനെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തു. ഹീ ഗേവ് ഇറ്റ് ടു അന്ന. അങ്ങനെ അത് അന്നക്ക് കൊടുത്തു. ഷീ ടുക്ക് ദ ബോട്ട് ആൻഡ് സ്മൈൽഡ്. അപ്പോൾ ആ ബോട്ട് അവൾ വാങ്ങി, അവൾ ചിരിച്ചു. ദ ബോയ് സ്മൈൽഡ് ബാക്ക് പ്ലസൻ്റ്ലി. ആ കുട്ടി എന്ത് ചെയ്ത്, ആൺകുട്ടി അവനും തിരിച്ച് വളരെ സന്തോഷത്തോടെ ചിരിച്ചു. ഓക്കെ.
അന്ന ജെന്റ്ലി പ്ലേസ്ഡ് അനദർ ബോട്ട് ഇൻ ദ സ്ട്രീം. അങ്ങനെ വളരെ സൂക്ഷിച്ചിട്ട് വേറൊരു ബോട്ട് സ്ട്രീമിലേക്ക് വിട്ടു. ഇറ്റ് സെയിൽഡ് സ്വിഫ്റ്റ്ലി ആൻഡ് ഡ്രിഫ്റ്റഡ് പാസ്റ്റ്. അങ്ങനെ അത് വളരെ സ്പീഡായിട്ട് ഒഴുകി ഇവരെ കടന്നങ്ങ് പോയി. സൂൺ ഇറ്റ് വാസ് ഔട്ട് ഓഫ് സൈറ്റ്. അങ്ങനെ ഒഴുകി ദൂരെ, പിന്നെ കാണാതെ ആ അരുവി കൂടെ അങ്ങനെ പോയത്. അന്ന ആൻഡ് ദ ബോയ് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ ആൻഡ് സ്മൈൽഡ്. പിന്നെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ച്. അതായത് പിന്നീട് അവർ ഫ്രണ്ട്സായി, അവർ വളരെ സന്തോഷത്തിലായി, വളരെ ഫ്രണ്ട്ഷിപ്പിലായി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ തുടങ്ങി. ബോട്ട്സൊക്കെ പിന്നെയും ഉണ്ടാക്കി വെള്ളത്തിലൊഴുക്കി കളിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അത് വളരെ ഫ്രണ്ട്ഷിപ്പായി, വളരെ ഫ്രണ്ട്സായി. അതാണ് ഈ ലെസണിൽ ഇപ്പോൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ പരിചയമില്ലാത്ത ഒരു കുട്ടിയുമായി വളരെ സൗഹൃദത്തിലേക്ക് വന്ന് ചേർന്ന ഒരു പെൺകുട്ടിയും ആൺകുട്ടിയുടെയും ചെറിയൊരു കഥയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി ഇവിടെ ഈ ലെസൺ ഇവിടെ തീരുകയാണ്. ഇനി അടുത്തത് ഒരു പോയമാണ്. ആ പോയം നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കടക്കാം. അടുത്ത വീഡിയോയിൽ ആ പോയം മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു സമയമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോയും നിങ്ങൾ കണ്ട് ഇത് പഠിച്ച് ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കണം. ഓക്കെ, അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ അടുത്ത പാഠങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ആ പാഠം ലഭിക്കുന്നതായിരിക്കും. എൻ്റെ ഒരു സംസാരം വളരെ സാധാരണ രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അത് ഒരു പ്രത്യേക ഒരു സ്റ്റൈലൊക്കെ വെച്ച് സംസാരിക്കുന്നൊന്നുമില്ല എൻ്റെ വീഡിയോയിൽ. അപ്പം നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, എനിവേ സ്റ്റഡി വെൽ, അതാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ കാണാം.